ബിഗ് ബോസ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 7ന്റെ പണിയുമായിട്ട് ലാലേട്ടൻ വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, വളരെ വ്യത്യസ്തമാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. കാരണം വീടിന്റെ അകവും ജയിലും എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്രാവശ്യത്തെ വീടിന്റെ പണി, അതിന്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കണ്ടസ്റ്റൻസും ഓരോ ഗെയിമിൽ പങ്കെടുക്കണമായിരുന്നു. ആ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ ഒരു കണ്ടസ്റ്റൻസിനോടൊപ്പം ഒരു ഫാമിലി മെമ്പറോ ഫ്രണ്ടോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി അതിൽ പങ്കെടുക്കാമായിരുന്നു. അപ്പൊ ആദ്യമായി വീടിനുള്ളിലേക്ക് കയറിയത് ഇപ്രാവശ്യം തികച്ചും വ്യത്യസ്തമായി കോമണറെ ആയിരുന്നു ആദ്യമായി വീട്ടിനുള്ളിലേക്ക് കടത്തി വിട്ടത്. മൈജി ഷോറൂമിലെ കോണ്ടസ്റ്റ് വഴി വിജയിച്ചു വന്ന ഒരാളാണ് ആദ്യമായി വീട്ടിനുള്ളിലേക്ക് കയറിയത്. ആള് അജീഷാണ്, ഒരു തൃശ്ശൂർക്കാരനാണ്, കർഷകനാണ്, ഡിവോഴ്സി ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് ആദ്യം കയറിയത്. രണ്ടാമത് നമുക്ക് സ്റ്റേജിലേക്ക് ലാലേട്ടൻ പരിചയപ്പെടുത്തിയത് ലാലേട്ടന്റെ ഒരു കുഞ്ഞു കുട്ടിയുടെയും കൂടെയുള്ള ഒരു റീല് വൈറലായിരുന്നു. ആ കുട്ടിയും ഫാമിലിയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത് കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ കയറിയത് അനുമോളായിരുന്നു. സ്റ്റാർ മാജിക് അനുമോളായിരുന്നു. അനുമോളോടൊപ്പം ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അനുമോളുടെ ഫ്രണ്ട് ആയിരുന്നു. മൂന്നാമത് കയറിയത് മോഡലും ആക്ടറുമായ ആര്യൻ കത്തോഡിയ ആണ്. ആര്യൻ കത്തോഡിയുടെ ചേട്ടനാണ് ആര്യൻ കത്തോഡിയോടൊപ്പം ഗെയിമിൽ പങ്കെടുത്തത്. നാലാമത് കയറിയത് കലാഭവൻ സരികയാണ്. കലാഭവൻ അവരുടെ ഭർത്താവാണ് ഗെയിമിൽ പങ്കെടുക്കാൻ എത്തിയത്. സിംഗറിലെ ഒരു സിംഗറും മെന്ററുമായിട്ടുള്ള അക്ബർ ആയിരുന്നു അഞ്ചാമതായി വീട്ടിനുള്ളിലേക്ക് കയറിയത്. അദ്ദേഹത്തോടൊപ്പം ഗെയിമിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു. ആറാമതായിട്ട് വീട്ടിനുള്ളിലേക്ക് കയറിയത് RJ ബിൻസിയാണ്. RJയുമാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. ഏഴാമതായിട്ട് കയറിയത് ഒനിയൻ സാബുവാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, ട്രാവലറാണ്, ഒരു ഷെഫാണ്. അദ്ദേഹത്തോടൊപ്പം അമ്മയായിരുന്നു ഗെയിമിൽ ബിന്നി സെബാസ്റ്റ്യൻ ബിന്നി ആയിരുന്നു സീരിയൽ ആക്ട്രസും ഡോക്ടറുമായ ഗീതാഗോവിന്ദത്തിലെ നായികയായ ബിന്നി ആയിരുന്നു അടുത്തതായി കയറിയത്. അവരോടൊപ്പം ഗെയിമിനുണ്ടായിരുന്ന അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു. ഒമ്പതാമതായിട്ട് കയറിയത് അഭിശ്രീ എന്നറിയപ്പെടുന്ന അഭിലാഷ് ആയിരുന്നു, സീരിയൽ ആക്ടറാണ്. പത്താമതായിട്ട് കയറിയത് റെന ഫാത്തിമ, ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ്. ആ കുട്ടിയോടൊപ്പം അതിന്റെ ഹസ്ബൻഡ് ആയിരുന്നു ഗെയിമിൽ പങ്കെടുത്തത്. 11ാമത് എത്തിയത് മുൻഷി രഞ്ജിത്ത് ആയിരുന്നു. മുൻഷി രഞ്ജിത്തിനോടൊപ്പം കയറിയത് ഗെയിമിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിരുന്നു. 12ാമതായി കയറിയത് ഗിസൈ ആണ്. ഗിസൈ ഒരു മോഡലാണ്, ഒരു ബിസിനസ് വുമണാണ്. പഴയ ഹിന്ദി ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസും ആയിരുന്നു. 13ാമത് കയറിയത് ശാരികയാണ്, ഒരു ഇന്റർവ്യൂവർ ആണ്. ശാരികയോടൊപ്പം ബ്രദർ ആയിരുന്നു ഗെയിമിൽ പങ്കെടുത്തത്. 14ാമതായി കയറിയത് ഷാനവാസ് ഷാനു, അദ്ദേഹത്തിന്റെ വൈഫും മോളുമാണ് അവരോടൊപ്പം ഗെയിമിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. 15ാമതായി കയറിയത് നവീൻ ജോർജാണ്, കൊറിയോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ അമ്മയാണ് ഗെയിമിൽ പങ്കെടുക്കാൻ എത്തിയത്. 16ാമതും 17ാമതുമായിട്ട് രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും അവരെ കൂട്ടിയിരിക്കുന്നത്. ആദിലയും നോറയുമാണ്. അവർ രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടാണോ ഒന്നായിട്ടാണോ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. രണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം 20 കണ്ടസ്റ്റന്റ് കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദിലയും നോറയും രണ്ടായിട്ടായിരിക്കും കരുതി. ശൈത്യ സന്തോഷാണ്, പത്തനംതിട്ടക്കാരിയാണ്. ഒരു റിയാലിറ്റി ഷോ പങ്കെടുത്ത ഒരാളായിരുന്നു. ഒരു അഡ്വക്കേറ്റ് ആണ്, ഡാൻസറാണ്. ശൈത്യയോടൊപ്പം കയറിയത് ഗെയിമിൽ പങ്കെടുത്തത് അമ്മയായിരുന്നു. 18ാമത് കയറിയത് നമ്മുടെ രേണു സുധിയായിരുന്നു. രേണു സുധി ബിഗ് ബോസിൽ പോകുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് രേണു സുധി ഉണ്ടായിരുന്നു. രേണു സുധി ഗെയിമിൽ പങ്കെടുത്തത് രേണു സുധിന്റെ സഹോദരിയായിരുന്നു. വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോഴും രേണു സുധിച്ചേട്ടാ ഞാൻ അങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ഷോയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് രേണു സുധി വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. സിനിമ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ ആക്ടറായ അപ്പാനി ശരത്താണ്. അദ്ദേഹത്തിനോടൊപ്പം ഗെയിമിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു. അങ്ങനെ 20 കണ്ടസ്റ്റന്റും വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. നാളെ മുതൽ നമുക്ക് പുതിയ വീഡിയോകളും 24/7 ലൈവും ഒക്കെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്കെ കണ്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം. അപ്പോൾ ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു